വളരെ പ്രധാനപ്പെട്ട ഒരു രോഗാവസ്ഥയെപ്പറ്റി നമുക്കിന്ന് ചർച്ച ചെയ്യാം. എല്ലാവർക്കും തന്നെ മിക്കവാറും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ബുദ്ധിമുട്ടാണിത്. അത് നമ്മളെ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവമാണ്. എന്താണെന്നല്ലേ, കൈകൾക്കുണ്ടാകുന്ന പെരുപ്പ്, അഥവാ ഇത് കാർപ്പൽ ടണൽ സിൻഡ്രോം അഥവാ മീഡിയൻ നെർവ് കംപ്രഷൻ സിൻഡ്രോം എന്ന് പറയുന്ന ഈ രോഗാവസ്ഥയെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ രാജീവ്, KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കൺസൾട്ടൻറ്റ് ന്യൂറോ സർജനാണ്. അപ്പോൾ ഈ കൈകൾക്കുണ്ടാകുന്ന പെരുപ്പ്, പ്രത്യേകിച്ചും കൈ വിരലുകളിലെ തള്ളവിരൽ, ഈ രണ്ട് വിരലുകൾക്കാർക്കാണ് കൂടുതൽ പെരുപ്പുണ്ടാകുന്നത്. ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിലായിരിക്കും ഈ കൈക്ക് പെരുപ്പ് വരുന്നത്. പല ആൾക്കാരും നമ്മുടെ അടുത്ത് പറയാറുള്ളത് രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, വല്ലാതെ പെരുപ്പ് വരുന്നു. അവർ കൈ ആദ്യം തിരുമ്മും, കൈ തിരുമ്മി കുറച്ച് നേരം കഴിയുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ മാറുന്നത്. അതല്ലെങ്കിൽ ഒന്നും കഴിയാതെ ഉറക്കം വരാതെ അവർ എണീറ്റ് നിൽക്കുന്ന അവസ്ഥ. ചിലവർ കയ്യിൽ തുണി വെച്ച് കെട്ടുന്നു, ചിലവർ കൈ പൊള്ളിക്കാൻ നോക്കുന്നു, ചൂടാക്കാൻ നോക്കുന്നു, അങ്ങനെ പല കാര്യങ്ങൾ നമ്മളിതിനു വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പം കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞൊരു അസുഖം കാരണമായിരിക്കാം. അപ്പോൾ എന്താണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് നോക്കാം. അതായത് നമ്മുടെ കയ്യിലോട്ട് പ്രധാനമായും 3 ഞരമ്പുകളാണ് വരുന്നത്. ഒന്ന് ഫ്രണ്ടിൽ കൂടെ പോകുന്ന ഒരു മീഡിയൻ നെർവ്, ഈ സൈഡിൽ കൂടെ പോകുന്ന ഒരു അൾണർ നെർവ്, പുറകെ കൂടെ പോകുന്ന ഒരു റേഡിയൽ നെർവ്. ഇതിനകത്ത് ഈ മീഡിയൻ നെർവ് എന്ന് പറയുന്നത് ഒരു ടണലിനകത്തൂടെയാണ് പോകുന്നത്. അതിനാണ് കാർപ്പൽ ടണൽ എന്ന് പറയുന്നത്. അതിൻ്റെ പുറകിൽ കുറച്ച് എല്ലുകളുണ്ട്, ചെറിയ ചെറിയ എല്ലുകളുണ്ട്. അതിൻ്റെ ഈ ഫ്രണ്ടിലായിട്ട് ഒരു പാടയാണ് വരുന്നത്. അതിനാണ് കാർപ്പൽ ലിഗമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർപ്പൽ ലിഗമെൻറ്റിനകത്തൂടെ കുറേ കയ്യിലോട്ടുള്ള വിരലിലോട്ടുള്ള ഈ മസിൽസിൻ്റെ ടെൻഡോൺസിൻ്റെ കൂടെ തന്നെ പോകുന്ന ഒരു ഞരമ്പാണ് ഈ മീഡിയൻ നെർവ്. അപ്പോൾ ഇത് കൂടുതലായിട്ടും സ്ത്രീകളിലാണ് ചിലപ്പോൾ കണ്ടുവരുന്നത്. പ്രായം 40-50 വയസ്സുള്ള ആൾക്കാരിലായിരിക്കും ചിലപ്പോൾ കാണുന്നത്. കൂടുതൽ വണ്ണമുള്ള ആൾക്കാർക്കായിരിക്കാം. പിന്നെ അതേപോലെ ചില അസുഖങ്ങൾ ഇത് കൂടുതൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് അമിതവണ്ണം. ഇപ്പോൾ BMI 30-ന് മുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാർപ്പൽ ടണൽ കൂടുതൽ ടൈറ്റ് ആകാൻ സാധ്യതയുണ്ട്. ഡയബറ്റീസ്, ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡിൻ്റെ അളവ് കുറവാണ് എങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകാം. പ്രഗ്നൻസി ഇതിന് വളരെ വലിയൊരു പ്രൊവോക്കേറ്റിംഗ് സാധനമാണ്. പ്രഗ്നൻസി വരുമ്പോഴേക്കും കൂടുതൽ എഡീമ വരുന്നത് കൊണ്ടും കൂടുതൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് കൊണ്ടും ഈ നെർവിൽ കംപ്രഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ചില ടൈപ്പുള്ള വർക്ക് ചെയ്യുന്നവർ, അതായത് ഇത് കൂടുതലായിട്ടും കയ്യിൽ കൂടുതൽ മൂവ്മെൻറ്റ് വരുന്ന ആൾക്കാർക്ക്, അതായത് ഇപ്പം സ്ഥിരമായിട്ട് വൈബ്രേറ്റിംഗ് ടൂൾസ് ഉപയോഗിക്കുന്ന ആൾക്കാർ, ചുറ്റിക വെച്ചുള്ള ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഉളി വെച്ചുള്ള ജോലി ചെയ്യുന്നവർ, ഈവൻ കമ്പ്യൂട്ടർ യൂസേഴ്സിൽ കൂടുതൽ റിപ്പീറ്റഡ് കൈ മടക്കുകയും വരികയും ചെയ്യുന്ന ആൾക്കാർക്ക് ഒക്കെയാണ് ഇത് കൂടുതലായിട്ടും വരുന്നത്. പിന്നെ ഇത് കൂടുതലും തണുപ്പുള്ള സമയങ്ങളിൽ കൂടുതലുണ്ടാകും. അതായത് ചിലപ്പോൾ ചൂടുകാലങ്ങളിൽ ചിലപ്പോൾ ഈ കൈക്ക് പെരുപ്പ് അത്രയും കാണത്തില്ല. തണുപ്പുള്ള സമയങ്ങളിലായിരിക്കും കൂടുതൽ പെരുപ്പ് കാണുന്നത്. പ്രത്യേകിച്ചും രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കിടക്കുമ്പോൾ അറിയാതെ ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകുമ്പോൾ കൈയൊക്കെ മടങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ മടങ്ങിയിരിക്കുമ്പോഴായിരിക്കും ഈ ഞരമ്പ് കൂടുതലായിട്ട് കംപ്രഷൻ വരുന്നത്. അപ്പോൾ കൂടുതൽ പെരുപ്പ് വരും. അതുകൊണ്ടാണ് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത്. അതേപോലെ തന്നെ പകൽ സമയത്തായാലും ജോലി കൂടുതൽ, വീട്ടിലെ അടുക്കളയിലൊക്കെ തന്നെ കൂടുതൽ ജോലി ചെയ്യുമ്പോൾ കൈ കൂടുതൽ മൂവ്മെൻറ്റ് വരുമ്പം ഈ മരവിപ്പ് കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേപോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ഞരമ്പ് ഈ കാർപ്പൽ ടണലിനകത്ത് ടൈറ്റായിരിക്കുകയും ആ ഞരമ്പ് എങ്ങോട്ടാണോ അതിൻ്റെ ഇമ്പൾസുകൾ, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് അത് ഇമ്പൾസുകൾ എടുക്കുന്നത്, ആ സ്ഥലത്തൊക്കെ മരവിപ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ 1, 2, 3 ഈ 3 വിരലുകൾക്കായിരിക്കും കൂടുതലായിട്ട് പെരുപ്പ് വരുന്നത്. പലപ്പോഴും പേഷ്യൻസിന് ചിലപ്പോൾ തള്ളവിരൽ മാത്രമായിരിക്കും ഇതിനകത്ത് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. അതായത് ഭയങ്കരമായ ഒരു പെരുപ്പാണ്, ഏറ്റവും കൂടുതൽ വരുന്ന പെരുപ്പാണ്. ഒരു പുകഞ്ഞ് വലിച്ചു കിട്ടുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ബേണിങ് സെൻസേഷൻ പോലെ. അത് ഒത്തിരി കൂടുതൽ വരുമ്പോഴാണ് ഈ വേദന പോലെ തോന്നുന്നത്. ചില ആൾക്കാർക്ക് വേദന ആയിരിക്കും തോന്നുന്നത്. അപ്പോൾ ഈ വേദന പ്രത്യേകിച്ച് ഈ 3 വിരലുകൾ, ചിലപ്പോൾ തൊടുന്നതിന് വ്യത്യാസങ്ങൾ തോന്നാം, ചൂടും തണുപ്പും അറിയുന്നതിന് വ്യത്യാസങ്ങൾ തോന്നാം. ഒരു പ്രത്യേക ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈയിൻ്റെ അകത്ത് ഈ ഭാഗത്ത് അധികം പെരുപ്പ് വരാൻ സാധ്യത കുറവായിരിക്കും. വിരലുകൾക്കായിരിക്കും കൂടുതൽ വരുന്നത്. ചില ആൾക്കാർക്ക് ഇതിങ്ങനെ കുറേ നാളുകൾ കഴിയുമ്പോഴേക്കും ഈ വേദന പതുക്കെ ഈ മീഡിയൻ നെർവ് പോകുന്ന ഈ വഴിയാണ്. അപ്പം പതുക്കെ ഈ വേദന നമുക്ക് ഫോറാമിലോട്ട് വരാം, അതേപോലെ ആമിലോട്ട് വരാം. ഈവൻ ചില ആൾക്കാർക്ക് കഴുത്തിലോട്ട് തന്നെ ആ വേദന വരാം. അപ്പോൾ ആദ്യം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അത് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് ഇത് മേളിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറേ നാളുകൾക്ക് ചിലപ്പോൾ ഈ പെരുപ്പ് മാത്രമേ വരത്തുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും കുറേ നാളുകൾ കഴിയുമ്പോഴേക്കും പതുക്കെ ഇവിടുത്തെ ഈ തീനാർ മസിൽസ്, ഈ മസിൽസിന് അട്രോഫി വരാം. അതായത് അവിടെ ഒരു കുഴിഞ്ഞു വരുന്ന പോലെ വരാം. പിന്നെ പതുക്കെ ബലക്കുറവ് വരാൻ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അസുഖം ഓരോ
സമയം കഴിയുന്തോറും അത് കൂടുതൽ വരികയും ഈ ഞരമ്പിനുണ്ടാകുന്ന പരിക്ക്, ഞരമ്പിന് പതുക്കെ ഉണ്ടാകുന്ന ഡീമൈലിനേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ അതിൻ്റെ ഞരമ്പിൻ്റെ കവറിങ്ങിന് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും ഇതിനകത്തുള്ള ചേഞ്ചസ് പെർമനൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പെർമനൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന മരവിപ്പ്, പെരുപ്പ് അല്ലെങ്കിൽ ഈ ബലക്കുറവ് പിന്നെ തിരിച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വരാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇതേപോലുള്ള പെരുപ്പുള്ള ആൾക്കാർ മരുന്നുകൾ കുറേ നാൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും ഈ അസുഖത്തിന് ഒരു ശമനം ഉണ്ടാകത്തില്ല. അതിൻ്റെ ആ സിംറ്റം കൺട്രോൾ ചെയ്തിരിക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുന്നത്. പക്ഷേ അവിടെ ഞരമ്പിനുണ്ടാകുന്ന ചേഞ്ച് പെർമനൻ്റ് ആയിട്ട് വരുന്നതായിരിക്കാം. അപ്പോൾ ഇതേപോലുള്ള ഈ മരവിപ്പ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള ഒരു ന്യൂറോളജിസ്റ്റിനെയോ ഓർത്തോയോ ന്യൂറോ സർജനോ ആരെങ്കിലും ഡോക്ടർമാരെ കാണിച്ചിട്ട് ഈ മരവിപ്പ് എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തണം. അതായത് ചികിത്സിച്ച് പെട്ടെന്ന് തന്നെ ഭേദമാക്കാൻ പറ്റുന്ന ഇപ്പോൾ കാർപ്പൽ ടണൽ സിൻഡ്രോമാണ് എങ്കിൽ അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ഉടനെ തന്നെ തുടങ്ങുന്നതും അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് പ്രത്യേകിച്ച് പേഷ്യൻ്റ് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല സൈൻസും സിംറ്റംസും വഴി നമുക്ക് കറക്റ്റായിട്ട് കാർപ്പൽ ടണൽ സിൻഡ്രോം ആണോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. പിന്നെ അത് കൂടാതെ തന്നെ ഇതിനു വേണ്ടിയുള്ള ഫർദർ ടെസ്റ്റുകളുണ്ട്. അതായത് ഒന്ന് NCS നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ഉണ്ട്. നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ഈ ഞരമ്പുകളിൽ ഈ പ്രത്യേകിച്ച് ഈ റിസ്റ്റിൻ്റെ ഭാഗത്ത് ആ ഞരമ്പിൽ കൂടെയുള്ള കണ്ടക്ഷൻ്റെ സ്പീഡ് കുറവാണെന്നും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറവാണെന്നും ലേറ്റൻസി കൂടുതലാണെന്നും ഒക്കെ പല ഈ NCS വഴി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ നമുക്കിതൊരു കാർപ്പൽ ടണൽ ഏകദേശം ഒരു എല്ലാ രീതിയിലും, അതായത് ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻ വെച്ചും അതേപോലെ തന്നെ ഇലക്ട്രോഫിസിയോളജിക്കൽ ഈ പറഞ്ഞ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി വെച്ചും നമുക്കത് മനസ്സിലാക്കാം ഈ പറഞ്ഞ കാർപ്പൽ ടണൽ സിൻഡ്രോമാണ്. ഇനി അങ്ങനെയാണ് എങ്കിൽ നമ്മൾ അതിന് ഉടൻ തന്നെ കുറച്ച് നാളത്തേക്കൊക്കെ ഈ പറഞ്ഞ പോലെ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് വരാം. ചിലപ്പം രാത്രിയിൽ കിടക്കാൻ നേരത്തെ ഒരു റിസ്റ്റ് സ്പ്ലിൻ്റ് ഇടുന്നത് കൊണ്ട് ചിലപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് വരാം. അതല്ലെങ്കിൽ ചെറിയ ഫിസിയോതെറാപ്പികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് വരാം. പക്ഷേ എങ്കിൽ തന്നെ ഇത് വീണ്ടും വരുന്നത് പോലെയാണ് കാണുന്നതെങ്കിൽ ഇതിനകത്ത് ഒരു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സർജറി തന്നെയുള്ളൂ. ആ സർജറി ചെയ്യുന്നത് കൊണ്ട് മാത്രമേ ഇതിന് ലോങ് ടൈം ബെനിഫിറ്റ് ഉണ്ടെന്ന് എല്ലാ പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മരുന്നുകളായാലും ഈ പറഞ്ഞ പല മെഷേഴ്സ് നമ്മൾ എടുത്താൽ തന്നെ ഒരു ലോങ് ടൈം ബെനിഫിറ്റ് അതുകൊണ്ട് ഒന്നും കിട്ടണമെന്ന് നിർബന്ധമില്ല. അതായത് ഡിസീസ് പ്രോഗ്രസ് ചെയ്യുന്നതിനെ തടയാൻ പറ്റിയൊരു സംഭവം ഈ പറഞ്ഞ സർജറി മാത്രമേ ഉള്ളൂ. അതിനാണ് കാർപ്പൽ ടണൽ റിലീസ് സർജറി എന്നാണ് പറയുന്നത്. അത് എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഡേ കെയർ പ്രൊസീജിയറാണ്. ചെറിയ ലോക്കൽ അനസ്തീഷ്യയിൽ കൂടെ മാത്രം കൊടുക്കാം. അത് സ്റ്റിച്ച് പോലും ഇടേണ്ടാത്ത ഒരു സർജറിയാണ് ചെയ്യുന്നത്. സർജറി ചെയ്യുമ്പോൾ നമ്മളിവിടെ കൈയിൻ്റെ ഈ വെള്ള ഭാഗത്ത് ഇവിടെയായിട്ട് മരവിപ്പ് കൊടുക്കുന്നു. എന്നിട്ട് തൊലി 2 സൈഡിലോട്ട് മാറ്റുന്നു. എന്നിട്ട് ഈ പറഞ്ഞ കാർപ്പൽ ലിഗമെൻറ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അത് കട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനകത്തുള്ള ഞരമ്പ് ഫ്രീ ആയിട്ട് ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഫ്രീ ആയി ഇരിക്കുന്നതുകൊണ്ട് പല ആൾക്കും പല രീതിയിലായിരിക്കും വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. നേരത്തെ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നേരത്തെ ഈ മരവിപ്പും ഇതൊക്കെ നല്ല ശമനം ഉണ്ടാകും. പക്ഷേ ഒരു ലേറ്റ് സ്റ്റേജിലാണ്, അതായത് ഒത്തിരിയും ഈ കംപ്രഷൻ കാരണം മീഡിയൻ നെർവിന് വളരെ ചേഞ്ചസ് പെർമനൻ്റ് ആയിട്ടുള്ളതാണ് എങ്കിൽ ഒരു പക്ഷേ ഈ സർജറി ചെയ്താലും ഈ പേഷ്യൻ്റ് അത്ര റിസൾട്ട് കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. അവർക്ക് ചിലപ്പോൾ ആ മരവിപ്പ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഞരമ്പിന് പെർമനൻറ്റ് ഡാമേജ് വന്നതുകൊണ്ടാണ് ആ മരവിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് അതിൽ നിന്ന് ഇമ്പ്രൂവ്മെൻറ്റ് വരത്തില്ല എന്നുള്ളൊരു, അതിൽ നിന്ന് മോശമാകത്തില്ല എന്നുള്ളത് മാത്രമായിരിക്കും ഈ സർജറി ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്. പക്ഷേ നമുക്ക് നേരത്തെ സർജറി ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് പ്രോഗ്രഷൻ തടയുക മാത്രമല്ല കംപ്ലീറ്റ് ആയിട്ട് കൈയിൻ്റെ പെരുപ്പ് മാറുകയും ബലക്കുറവ് എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതകൾ വരാതിരിക്കുകയും തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പം ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാർ, ഇതേപോലെയുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്ക്, സ്ത്രീകൾക്ക്, അമിത വണ്ണമുള്ള ആൾക്കാർക്ക്, ഇതേപോലെ രാത്രികാലയിൽ വരുന്ന കയ്യിൽ വരുന്ന പെരുപ്പ്, മരവിപ്പ്, ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന പെരുപ്പ്, മരവിപ്പ് തീർച്ചയായിട്ടും അത് അധികം താമസിക്കാതെ തന്നെ അടുത്തുള്ളവർ നല്ല ന്യൂറോളജിസ്റ്റിനെയോ ന്യൂറോ സർജനെയോ ഓർത്തോ ഡോക്ടറിനെയോ കാണിച്ചത് ഇവാലുവേറ്റ് ചെയ്യണം. ഈ പറഞ്ഞ കാർപ്പൽ ടണൽ സിൻഡ്രോം ആണോ നോക്കണം. അങ്ങനെയാണെങ്കിൽ അധികം വൈകിക്കാതെ തന്നെ ഈ സർജറി ചെയ്യുന്നതായിരിക്കും ഒരുപക്ഷെ ഈ പെരുപ്പ് കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗങ്ങൾ.